അറിയുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാനെ പോലെ അറിവുള്ളവരുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമികമായിട്ട് അവന് സ്ഥാനമില്ല. അല്ലാഹു റബ്ബുൽ ആലമീനിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാര് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠന്മാരായ 5 ആളുകളെ നാം എണ്ണി പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മഹാനായ ഖാതമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരിലും ശ്രേഷ്ഠനാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും ഭാവിയെ സംബന്ധിച്ച് പ്രവചിക്കാനായിട്ടില്ല. അവര് പല മറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവര് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അത് പറയുന്നു, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവനാകുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളയാണ് മറഞ്ഞ കാര്യം അറിയുന്നവൻ. അള്ളാഹുവിന്റെ ഇൽമെന്ന് പറയുന്നത് അതിന് പരിധികളില്ലാത്ത അറിവാണ്. ഏത് കാലവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. കഴിഞ്ഞ കാലമെന്നോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലമെന്നോ, വരാനിരിക്കുന്ന ഭാവി കാലമെന്നോ, ഈ 3 കാലത്തെ സംബന്ധിച്ചുള്ള അറിവും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന് ഒരുപോലെയാണ്. അതാണ് അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ അലീമാണ്, ത്രികാലജ്ഞാനിയാണ്. ഏത് കാര്യങ്ങളും അവൻ ഒരുപോലെ. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒക്കെ ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു. ആ ഒരു പ്രത്യേകമായ പദവി അവനേറെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾക്ക് പോലും അല്ലാഹു വെച്ചു കൊടുത്തിട്ടില്ല. ഒരു നബിയെ കുറിച്ചും ഖുർആനിൽ ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞിട്ടില്ല, ആലിമുൽ ഗൈബി വശഹാദ എന്ന് പറഞ്ഞിട്ടില്ല, അലീമും ബിദാത്തിസ് സുദൂർ എന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പ്രവാചകനെ കുറിച്ച് അത് പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രം സിഫത്തുൻ യഖ്തസ്സു ബിഹി, അവന് മാത്രം പ്രത്യേകമായ വിശേഷണമാണത്. അതിൽ അവൻ മറ്റൊരാൾക്കും പങ്കു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ ഭാവിയെ സംബന്ധിച്ച് പ്രവചിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഭൂതകാലത്തെ സംബന്ധിച്ച് അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നു? വരാൻ പോകുന്ന സ്വർഗനരകങ്ങളെ കുറിച്ച് അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നു? അന്ത്യനാൾ വരെ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു തന്നു? എങ്ങനെ പറഞ്ഞു തന്നു? ഖുർആൻ പറയുന്നു, ആലിമുൽ ഗൈബി, അള്ളയാണ് അദൃശ്യങ്ങൾ അറിയുന്നവൻ. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി, അവന്റെ അദൃശ്യങ്ങളുടെ മേൽ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. അഹദാ, ഒരാൾക്കും തന്നെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന ദൂതനല്ലാതെ. അല്ല തൃപ്തിപ്പെടുന്ന പ്രവാചകന് അല്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങളങ്ങ് വഹയിലൂടെ അറിയിച്ചു കൊടുക്കുമ്പോ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാര് അറിയുന്നു. അവരത് ഈ സമൂഹത്തോട് പറയുന്നു. വഹയി കിട്ടാത്ത കാര്യങ്ങളിൽ പ്രവാചകന്മാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രവാചകരടക്കമുള്ളവരോട് പറയുന്നു, ഖുൽ, നബിയെ പറയൂ, ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ. നബിയെ പറയൂ, ഞാൻ അല്ലാഹുവിന്റെ ഖജനാവുകളൊക്കെ എന്റെ പക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിയുമെന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകൻ പറയുന്നു, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായിരുന്നുവെങ്കിൽ, ലസ്തക്തർതു മിനൽ ഖൈരി, നന്മയിൽ മാത്രം ഞാൻ അധികരിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയസ്സൂ, ഒരാപത്തും എന്നെ ബാധിക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ശത്രു കുഴിച്ച ചതിക്കുഴിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു. അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി.
ശത്രു കുഴിച്ച ചതിക്കുഴി തൻ മുമ്പിൽ അത് ശത്രു തനിക്ക് വേണ്ടി ചതിക്കുഴി വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുൻകൂട്ടി അറിഞ്ഞില്ല. വഹീ കിട്ടാത്തത് കൊണ്ട് അറിഞ്ഞില്ല. വഹീ കിട്ടിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദൃശ്യകാര്യം അറിയുന്നില്ല. അതേ അവസരത്തിലതാ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ പാറക്കല്ലുമായി ഒരു മതിലിന്റെ മുകളിൽ ഒരാൾ കയറിയിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവിടുന്ന് സ്ഥലം വിടുന്നു. എന്താ കാരണം? അറിയിപ്പ് കിട്ടി കൊല്ലാൻ വരുന്നു, അറിയിപ്പ് കിട്ടി വധശ്രമമുണ്ടെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. വഹീ കിട്ടിയാൽ അവിടുന്ന് അറിയുന്നു, വഹീ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് അറിയുന്നില്ല. അപ്പൊ പ്രവാചകന്മാർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വഹീയിലൂടെ അറിയിച്ചു കൊടുക്കുമ്പോ മറഞ്ഞ കാര്യങ്ങൾ അവരറിയുന്നു, അല്ലെങ്കിൽ അവരും അറിയുന്നില്ല. മറ്റുള്ളവർക്കോ, പ്രവാചകന്മാരുടെ കാലശേഷം ജീവിച്ചിരിക്കുന്നവർക്കോ അവർക്ക് വഹീയുണ്ടോ? വാനലോകത്ത് നിന്ന് ഭുവനലോകത്തേക്ക് വഹീ എന്ന് പറയുന്ന സംവിധാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു വഹീ വരാനില്ല, ഇനിയൊരു വഹീ വരാനില്ല. ഇനി ബാക്കിയുള്ളത് മനുഷ്യരുടെ തോന്നലുകളാണ്, ഇൽഹാമുകളാണ്. തോന്നലുകളിൽ ശരിയുമുണ്ടാകും, തെറ്റുമുണ്ടാകും. ഖണ്ഡിതമായ ഒരു കാര്യം പറയാൻ കഴിയില്ല. അപ്പൊ നോക്കൂ, ഈ സമൂഹത്തിൽ എന്നിട്ടാണ് ചില ആളുകൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരാം. കൈ നോക്കിയിട്ട് ഭാവി പ്രവചിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നാള് നോക്കിയിട്ട്, നാളും നക്ഷത്രവും ഒക്കെ നോക്കിയിട്ട് ജനിച്ച നാളേതാണ്. മീഡിയകളിൽ നിങ്ങളുടെ ഈ ആഴ്ച കാതുകൂർപ്പിച്ചിരുന്ന് കേൾക്കുന്ന വിഡ്ഢികൾ, ഈ ആഴ്ച മേടക്കൂറ്, എടവക്കൂറ്, അതുപോലെ തന്നെ ഭരണി, അശ്വതി, കാർത്തിക, അതുപോലെ തന്നെ പൂരം പറന്ന പുരുഷൻ, അതുപോലെ ഉത്രാടം നാള്, ഇങ്ങനെയൊക്കെ നാള് നോക്കി നക്ഷത്രം നോക്കിയിട്ട് അതിനുവേണ്ടി നടക്കുന്ന മാപ്പിളമാര്, മറ്റുള്ളവരെയല്ല ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള മാപ്പിളമാർ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂല്യമറിയാത്ത വിഡ്ഢികൾ, അതുപോലെ തന്നെ കയ്യിൽ ചില പ്രത്യേക കല്ലുകൾ ധരിക്കുന്നവർ. എന്താണ്? അത്തരത്തിലുള്ള ചില കല്ലുകൾ ധരിച്ചാൽ ഗുണങ്ങൾ കിട്ടും, ഐശ്വര്യമുണ്ടാകും, സാമ്പത്തിക വർധനയുണ്ടാകും, ദുരിതങ്ങളിൽ നിന്ന് നിവാരണമുണ്ടാകും. കച്ചവട പീടികകളിൽ അത്തരത്തിലുള്ള വരകളും അതുപോലെ തന്നെ പ്രത്യേകമായ കള്ളികളുമൊക്കെ വരച്ച് ചില മാപ്പിള ജ്യോത്സ്യന്മാർ എഴുതിക്കൊടുത്തിട്ടുള്ള അത്തരത്തിലുള്ള ചീട്ടുകൾ പണപ്പെട്ടിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലെ പല സ്ഥലങ്ങളിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ള വിവരദോഷികൾ, അവരൊക്കെ വിചാരിക്കുന്നു അതിലൂടെ ഖൈറുണ്ടാകും, ഷർറ് തടുക്കും. ഈ ധാരണയാണ് സമൂഹത്തിൽ ആളുകൾ ചൂഷണം ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരക്കാരെ സമീപിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാണ്. 40 നേരത്തെ നിസ്കാരം, 40 രാത്രിയിലെ നിസ്കാരം എന്നാ പറയുന്നത്. 40 ദിവസം എന്നും കാണാം. 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാണ്. എന്ത്? ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, അത് നമ്മൾ വിചാരിക്കേണ്ട അത് ജ്യോത്സ്യൻ, കണിയാൻ, ഗണിതക്കാരൻ എന്നൊക്കെ പറയുമ്പോ അത് നമ്പൂതിരിയെ പറ്റിയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹരിജന വിഭാഗത്തിലെ കണിയാന്മാരെ പറ്റിയാകും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാകുമെന്ന്. അല്ല, ഇതിൽ മതഭേദമില്ല. നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവൻ ഏത് പേരിൽ അറിയപ്പെട്ടാലും അവൻ പിശാചിന്റെ തോഴനാണ്, അവൻ ചെകുത്താന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞാൽ അവൻ ചെകുത്താന്റെ ആശയത്തിന്റെ പ്രചാരകനാണ്. മുസ്ലിമീങ്ങൾ വളരെ ജാഗ്രതയോടുകൂടെ കാണണം. മഷിനോട്ടക്കാരുണ്ട്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പല കാര്യങ്ങളും. രാഹുകാലം നോക്കുന്നവര്, ഇപ്പുറത്ത് നഹ്സ് നോക്കുന്നവര്, ഗുളികകാലവും രാഹുവും കേതുവും, അതുപോലെ തന്നെ ജാതക പൊരുത്തവും ചൊവ്വാദോഷവും ശനിദശയും, അതുപോലെ തന്നെ മുഹറം മാസത്തിലെ നഹ്സും, അങ്ങനെ പലതിനെയും മോശമായി കണ്ടുകൊണ്ട് ഈ സമൂഹത്തിന് ഖൈറും ഷർറുമൊക്കെ വരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള സർവ്വ കള്ളന്മാരെയും ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അവര് കള്ളന്മാരാണ്, അവര് വ്യാജന്മാരാണ്. അവരെ സമീപിക്കുന്നത് പോലും ഗുരുതരമായ പാപം. 40 ദിവസത്തെ നിസ്കാരം അവരെ സമീപിച്ചവന്റെ തന്നെ പോയി. ഇനി അവരോട് വല്ലതും ചോദിച്ച് അവര് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് വിശ്വസിച്ചു പോന്നാലോ? ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് ഇറക്കപ്പെട്ടതിലൊക്കെ അവൻ കാഫിറായി, അവൻ അതിൽ നിഷേധിയായി. ഖുർആൻ നിഷേധിയാണവൻ, ഹദീസ് നിഷേധിയാണവൻ, കുഫിരിയത്തിലേക്കാണ് അവന്റെ പോക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂട്ടുകെട്ടുള്ള വേറെ ചില മുന്നണികളുണ്ട്. അവരാണ് സാഹിറുകൾ.
അവരാണ് സാഹിറുകൾ. മനുഷ്യനെ ഭയപ്പെടുത്താനും പേടിപ്പിക്കാനും വേണ്ടി ഏത് കാലഘട്ടത്തിലും മനുഷ്യരെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളും ഇവരുമൊക്കെ